ഇംപ്രൂവ്മെന്റ് ടൈപ്പ് അൽഗോരിതത്തിൽ ഒരു എക്സാമ്പിൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ക്രാഫ്റ്റ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ്. അപ്പൊ അതിന്റെ അൽഗോരിതം എന്താണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ദെൻ കൺസ്ട്രക്ഷൻ അൽഗോരിതത്തിൽ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് രണ്ടെണ്ണമാണ്. ഒന്ന് ആൽഡപ്പും മറ്റൊന്ന് കോറലാപ്പും. ആൽഡപ്പിന്റെ പ്രൊസീജിയർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ആൽഡപ്പ് എങ്ങനെയാ വർക്ക് ചെയ്യുക, അപ്പൊ അതിന്റെ പ്രൊസീജിയർ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ വിത്ത് എക്സാമ്പിൾ നമ്മൾ നോക്കിയിട്ടുണ്ട്. അപ്പം അത് ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ നിർബന്ധമായും പഠിക്കണം. അത് നിങ്ങൾക്ക് നോട്ട് ഞാൻ ET ലാബില് നോട്ട് വെച്ചിട്ടുണ്ട്. അതിൽ പിന്നെ ഈ പറയുന്ന 3 ടെക്നിക്കിന്റെയും പ്രൊസീജിയേഴ്സിനെ ഒരു ഫ്ലോ ചാർട്ട് പോലെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മേ ബി എക്സാമിന് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഫ്ലോ ചാർട്ട് എക്സ്പ്ലെയിൻ ദ അൽഗോരിതം യൂസിങ് ഫോർ ആൽഡപ്നോ കോറലാപ്നോ അല്ലെങ്കിൽ ക്രാഫ്റ്റ് എന്നൊക്കെ ചോദിക്കാം. അപ്പം ഫ്ലോ ചാർട്ട് വെച്ചിട്ട് തന്നെയാണ് മിക്കവാറും ചോദിക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞ പ്രൊസീജിയേഴ്സിനെ ഒരു ഫ്ലോ ചാർട്ട് രൂപത്തിലാക്കിയിട്ട് നിങ്ങളുടെ നോട്ടിനകത്തുണ്ട്. അപ്പം ആ 3ന്റെയും ഫ്ലോ ചാർട്ട് വരച്ചു പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഒരു അറ്റൻഡ്. അപ്പൊ ഈ പ്രൊസീജിയേഴ്സ് ഈ 3 യൂണിവേഴ്സിറ്റി എക്സാമിന് ഇതുവരെ കഴിഞ്ഞ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറുകൾ 2 or 3 എക്സാമുകളിൽ എല്ലാത്തിലും വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ മൂന്നാമതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോറലാപ്പ് ആണ്. കോറലാപ്പ് എന്ന് പറഞ്ഞാലും കൺസ്ട്രക്റ്റീവ് അൽഗോരിതം ആണ്. അതിന് മുമ്പായിട്ട് ആൽഡപ്പിന്റെ 1-2 ഡിസഡ്വാൻറ്റേജ് നമുക്ക് ഇതിനകത്തുനിന്ന് കവർ ചെയ്യാൻ പറ്റും. ഈ കോറലാപ്പ് വെച്ച് ആൽഡപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരുന്നു ചെയ്യുന്നത്? ആൽഡപ്പിലെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയായിരുന്നു? ആൽഡപ്പ് എന്തിനെ ബേസ് ചെയ്തിട്ടാ വർക്ക് ചെയ്യുന്നത്? വെർട്ടിക്കൽ സ്കാനിങ് പാറ്റേൺ. അല്ല, എന്തോ ഒന്നിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ആൽഡപ്പിനകത്തുള്ള അലോക്കേഷൻ കംപ്ലീറ്റ് നടക്കുന്നത്. ആക്ടിവിറ്റി റിലേഷൻഷിപ്പ് ചാർട്ടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളതാ. അതിൽ ഫസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെ എങ്ങനെയാ സെലക്ട് ചെയ്യുക? ഏറ്റവും വലുത്. റാൻഡം ആയിട്ടല്ലേ? ഫസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നമ്മൾ റാൻഡം ആയിട്ട് സെലക്ട് ചെയ്യും. എന്നിട്ട് വെർട്ടിക്കൽ സ്കാനിങ് പാറ്റേൺ പ്രകാരം ഏറ്റവും ടോപ്പ് കോർണറിലായിട്ട് ഒരു സ്വീപ്പ് വിഡ്ത്ത് നമ്മൾ ഇൻപുട്ട് ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും. സ്വീപ്പ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ എല്ലാ ഡിപ്പാർട്ട്മെന്റിനും അവിടെ ഈക്വൽ വിഡ്ത്ത് ആയിരിക്കും. അപ്പൊ ആ വിഡ്ത്ത് എന്നുള്ള ആ സ്വീപ്പ് വിഡ്ത്ത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ആ സ്വീപ്പ് വിഡ്ത്തിനുള്ളിൽ നമ്മൾ റാൻഡം ആയിട്ട് സെലക്ട് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റിന്റെ ഏരിയക്ക് കണക്കായിട്ട് അത്രയും ദൂരം അല്ലെ അത്രയും ലെങ്ത്തിൽ ഒരു ഡിപ്പാർട്ട്മെന്റിനെ നമ്മൾ പ്ലേസ് ചെയ്യും. ദെൻ സെക്കൻഡ് ഡിപ്പാർട്ട്മെന്റിനെ നമ്മൾ എന്ത് ചെയ്യും? ആക്ടിവിറ്റി റിലേഷൻഷിപ്പ് ചാർട്ടിലേക്ക് പോകും. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്ത ഡിപ്പാർട്ട്മെന്റുമായിട്ട് മിനിമം ക്ലോസ്നെസ് പ്രിഫറൻസ് വാല്യൂ ഐദർ A or E റിലേഷൻ ഉള്ള ഡിപ്പാർട്ട്മെന്റ് ആരാന്ന് നോക്കും. അപ്പോൾ അത് ആരാണോ അയാൾ എടുത്തിട്ട് രണ്ടാമതായിട്ട് വെർട്ടിക്കൽ സ്കാനിങ് പാറ്റേൺ പ്രകാരം നമ്മൾ വീണ്ടും പ്ലേസ് ചെയ്യും. ദെൻ വീണ്ടും ആക്ടിവിറ്റി റിലേഷൻഷിപ്പ് ചാർട്ടിലേക്ക് പോകും. ഈ രണ്ടാമത്തെ ആളുമായിട്ട് ഐദർ A or E റിലേഷൻ ആരാണെന്ന് നോക്കും, അയാൾ പ്ലേസ് ചെയ്യും. അങ്ങനെ പ്ലേസ് ചെയ്ത് കംപ്ലീറ്റ് ഡിപ്പാർട്ട്മെന്റ്സിന്റെയും പ്ലേസ്മെന്റ് നടന്നു കഴിഞ്ഞാൽ ആൽഡപ്പിനകത്ത് കിട്ടുന്ന ഒരു ഓൾട്ടർനേറ്റീവായി ഒരൊറ്റ സിംഗിൾ റണ്ണിൽ തന്നെ നമുക്ക് ഒരുപാട് ലേ ഔട്ടുകൾ ആൽഡപ്പ് തരും. ബട്ട് ഇതിനകത്ത് നിന്ന് ഒന്നിനെ മാത്രമേ നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് തരുള്ളൂ. അത് ഏതിനായിരിക്കും? ഒരു 10-15 ലേ ഔട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇതിനകത്ത് നിന്ന് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പുറത്തേക്ക് തരുന്നത് ഒന്നിനെ മാത്രമായിരിക്കും. അത് ആൽഡപ്പിന്റെ ലേ ഔട്ട് സ്കോർ നോക്കിയിട്ട് ഏറ്റവും ബെറ്റർ സ്കോർ ഉള്ളതിനെയാണ് നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് തരിക. അപ്പൊ സ്കോർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആൽഡപ്പിനകത്തുള്ള ഒരു പ്രധാന പ്രശ്നം നമ്മൾക്ക് ഒരുപാട് ഓൾട്ടർനേറ്റീവ്സ് കിട്ടുന്നുണ്ടെന്ന് മാത്രമല്ല, ഈ പറയുന്ന സ്കോറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അത് ഫൈനൽ ലേ ഔട്ട് തരുന്നത്. ഇനി ദെൻ ഫൈനൽ ലേ ഔട്ട് ഒരിക്കലും എന്താണെന്നില്ല, റെക്ടാങ്കുലർ ഷേപ്പ് ആവണമെന്നില്ല. ഇനി ഡിപ്പാർട്ട്മെന്റ് നമ്മൾ പ്ലേസ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റുകൾ ചിലതൊക്കെ സ്റ്റെപ്പ് പോലെയൊക്കെ, നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു എക്സാമ്പിൾ പറയുമ്പോൾ അവിടെ പറഞ്ഞിട്ട് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടൊക്കെ ചിലപ്പോൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഷേപ്പ് വരാം. ഒരു സിംഗിൾ ഡിപ്പാർട്ട്മെന്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഔട്ട്ലൈൻ എന്ന് പറയുന്നത് മേ ബി റെക്ടാങ്കുലർ തന്നെ ആവണമെന്നില്ല. റെക്ടാങ്കുലർ ഷേപ്പ് അല്ലാത്ത രീതിയിലും ഡിപ്പാർട്ട്മെന്റ്സ് നമുക്ക് കിട്ടാം, സ്റ്റെപ്പ് പോലെയൊക്കെ കിട്ടാം. അപ്പോ ഈ കോറലാപ്പ് എന്ന് പറയുന്നത് ഈ ഒരു ഡിസഡ്വാൻറ്റേജ് ഒഴിവാക്കിക്കൊണ്ടുള്ളതാണ്. കോറലാപ്പിനകത്ത് എങ്ങനെ പ്ലേസ്മെന്റ് നടത്തിയാലും എല്ലാ ഡിപ്പാർട്ട്മെന്റിനും കൃത്യമായ റെക്ടാങ്കുലർ ഷേപ്പാണ് ഉണ്ടാവുക. കോറലാപ്പിനകത്ത് നമുക്ക് പ്ലേസ്മെന്റ് ഒക്കെ നടന്ന് കിട്ടുന്ന ലേ ഔട്ടിനകത്ത് 10 ഡിപ്പാർട്ട്മെന്റ്സ് ഉള്ള ഒരു കമ്പനി ആണെങ്കിൽ ആ 10 ഡിപ്പാർട്ട്മെന്റ്സിനും റെക്ടാങ്കുലർ ഷേപ്പ് ആയിരിക്കും. അപ്പം
ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും ഏരിയ റിക്വയർമെന്റിനനുസരിച്ചിട്ട് റെക്ടാങ്കിളിന്റെ ഏരിയയും മാറും. അപ്പൊ എങ്ങനെ പോയാലും ഡിപ്പാർട്ട്മെന്റ്സിനൊക്കെ റെക്ടാങ്കുലർ ഷേപ്പ് ആയിരിക്കും ഉണ്ടാകുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആൽഡപ്പിനകത്ത് നമുക്ക് മാക്സിമം ലൊക്കേഷൻ നടത്താൻ പറ്റുന്ന ഡിപ്പാർട്ട്മെന്റുകളുടെ എണ്ണം 63 എണ്ണമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ബട്ട് കോറലാപ്പിനകത്ത് കുറച്ചുകൂടി അധികം കിട്ടും, 70 to 73 വരെ നമുക്ക് ഡിപ്പാർട്ട്മെന്റ്സിനെ ലേഔട്ട് ചെയ്യാൻ പറ്റും കോറലാപ്പിനകത്ത് വെച്ചിട്ട്. സോ കോറലാപ്പ് എന്ന് പറയുന്നത് കൺസ്ട്രക്റ്റീവ് അൽഗോരിതമാണ്. സോ നമുക്ക് കോറലാപ്പിന്റെ ഫുൾ ഫോം കമ്പ്യൂട്ടറൈസ്ഡ് റിലേഷൻഷിപ്പ് ലേഔട്ട് പ്ലാനിങ്. കോറൽ ആപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് റിലേഷൻഷിപ്പ് ലേഔട്ട് പ്ലാനിങ്, ദാറ്റ് ഈസ് കോറൽ ആപ്പ്. It constructs layouts by locating rectangular shaped departments. ഞാൻ പറഞ്ഞു ഇതിനകത്ത് നമ്മൾ ലൊക്കേറ്റ് ചെയ്യുന്ന അലോക്കേഷൻ നടത്തുന്ന എല്ലാ ഡിപ്പാർട്ട്മെന്റിനും റെക്ടാങ്കുലർ ഷേപ്പ് ആയിരിക്കും. The relationship chart provides the basis for the order in which different departments are placed. ഈ ഒരു ടെക്നിക്കും ഡിപ്പെൻഡ് ചെയ്യുന്നത് റിലേഷൻഷിപ്പ് ചാർട്ടിനെയാണ്. ആൽഡവും ഡിപ്പെൻഡ് ചെയ്തത് റിലേഷൻഷിപ്പ് ചാർട്ടിനെയാണ്. കമ്പ്യൂട്ടറൈസ്ഡ് റിലേഷൻഷിപ്പ് ലേഔട്ട് പ്ലാനിംഗ്, ദാറ്റ് ഈസ് കോറലാപ്പും ഡിപ്പെൻഡ് ചെയ്യുന്നത് റിലേഷൻഷിപ്പ് ചാർട്ടിനെയാണ്. എങ്ങനെയാണ് ഇനി ഇതിനകത്തുള്ള പ്രൊസീജിയർ എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. റിക്വയർമെന്റ്സ് എന്തൊക്കെയാണ് കോറലാപ്പ് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ വെക്കേണ്ടുന്ന ഇൻപുട്ടുകൾ എന്തൊക്കെ. ഒന്ന്, നമ്മൾ പറഞ്ഞു റിലേഷൻഷിപ്പ് ചാർട്ടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇയാൾ വർക്ക് ചെയ്യുന്നത് പറഞ്ഞുകൊണ്ട് തന്നെ റിലേഷൻഷിപ്പ് ഒരു ഇൻപുട്ട്, റിലേഷൻഷിപ്പ് ചാർട്ട്. റിക്വയർമെന്റ് നമ്പർ എലമെന്റ്സ്, ചെയ്യാൻ പോകുന്ന ലേഔട്ട്, എത്ര ഡിപ്പാർട്ട്മെന്റുകളുണ്ട്, ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും ഏരിയ ഇൻഫർമേഷൻ, ഇത് നമ്മൾ ഇൻപുട്ട് കൊടുക്കണം. ദെൻ പ്രൊസീജിയർ, ഇതാണ് ഇതിന്റെ അൽഗോരിതം. ഫസ്റ്റ് ഡിഫൈനിങ് ദി ഇൻപുട്ട് ഡാറ്റ, എന്തൊക്കെ ഇൻപുട്ട് കൊടുക്കേണ്ടത്, റിലേഷൻഷിപ്പ് ചാർട്ട് കൊടുക്കണം. അതേപോലെ തന്നെ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ എണ്ണവും അല്ലെ മൊത്തം ഡിപ്പാർട്ട്മെന്റിന്റെ എണ്ണവും ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ ഏരിയ ഡീറ്റെയിൽസ് നമ്മൾ ഇൻപുട്ട് ആയിട്ട് കൊടുക്കണം. ദെൻ രണ്ടാമത്തെ സ്റ്റെപ്പ് ഡിറ്റർമിനേഷൻ ഓഫ് പ്ലേസ്മെന്റ് സീക്വൻസ്. നേരത്തെ ആൽഡപ്പ് ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്തിട്ട് തന്നെ പോവാം. ആൽഡപ്പിനകത്ത് നമ്മൾ ഫസ്റ്റ് ഇൻപുട്ട് ഡാറ്റ കൊടുക്കും, ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഇൻപുട്ട് ഡാറ്റ കൊടുക്കും. രണ്ടാമതായിട്ട് നമ്മൾ ചെയ്തത് ആൽഡപ്പിനകത്ത് ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിനെ റാൻഡം ആയിട്ട് സെലക്ട് ചെയ്തിട്ട് വെർട്ടിക്കൽ സ്കാനിങ് ടേണിലേക്ക് ഫിക്സ് ചെയ്യുക ചെയ്തത്. ബട്ട് ഇവിടെ അങ്ങനെ റാൻഡം ആയിട്ടല്ല സെലക്ട് ചെയ്യുന്നത്. നമ്മളിവിടെ ഒരു കൃത്യമായ ഓർഡർ, ആദ്യം ആരെ ചെയ്യണം, രണ്ടാമതായിട്ട് ആരെ ചെയ്യണം എന്നുള്ളതിന് കൃത്യമായ ഒരു ഓർഡർ പറയുന്നുണ്ട്. ആ ഓർഡർ എങ്ങനെയാ കണ്ടുപിടിക്കുക എന്നുള്ളതൊക്കെ നമുക്ക് പറയാം. ദെൻ മൂന്നാമതായിട്ട് ഡിസൈനിങ് ഓഫ് ലേഔട്ട്, നാലാമതായിട്ട് കാൽക്കുലേറ്റിംഗ് ദി ടോട്ടൽ സ്കോർ. അപ്പൊ നമുക്ക് ഈ ഒന്നാമത്തെ സ്റ്റെപ്പ് ഓക്കെ, ഡിഫൈനിങ് ദി ഇൻപുട്ട് ഡാറ്റ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇൻപുട്ട് റിക്വയർമെന്റ്സ് എന്തൊക്കെയാണോ അതൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുക അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്യുക അല്ലെങ്കിൽ അതിൽ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുക. ദെൻ രണ്ടാമത് ഡിറ്റർമിനേഷൻ ഓഫ് പ്ലേസ്മെന്റ് സീക്വൻസ്. പ്ലേസ്മെന്റ് സീക്വൻസ് ഇപ്പൊ 5 ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെങ്കിൽ 1 2 3 4 5 ആദ്യം രണ്ടാമത് മൂന്നാമത് ആ സീക്വൻസ് നമ്മൾ കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ കോറൽ ആപ്പ് ഒരു പ്രത്യേക മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്. നമുക്ക് ആ മെത്തേഡ് എന്താ നോക്കാം. ഇവിടെ ഒരു എക്സാമ്പിൾ ഇട്ടിട്ടാ പറയുന്നത്. ഇവിടെ 1 to 7 ഡിപ്പാർട്ട്മെന്റ് ഉള്ള ഒരു കമ്പനിയുടെ കോറൽ ആപ്പ് ലേഔട്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് എക്സാമ്പിൾ ഇട്ട് പറയുകയാണ്. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ പ്ലേസ്മെന്റ് സീക്വൻസ് കിട്ടാന്നുള്ളത് നമുക്ക് ഇപ്പൊ നോക്കാം. അപ്പൊ ഇവിടെ 1 to 7 ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ലേഔട്ടിനെ ചെറിയ ചെറിയ സ്ക്വയേഴ്സ് ഉള്ള ഗ്രിഡ് ആക്കിയിട്ടാണ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ചെറിയ ചെറിയ സ്ക്വയേഴ്സ് ഉള്ള ഗ്രിഡ് ആക്കിയിട്ടാണ് ലേഔട്ട് നമ്മൾ ഡ്രോ ചെയ്യുന്നത്. അപ്പോൾ ഒരു 1200 സ്ക്വയർ ഫീറ്റ് നമുക്കൊരു വരച്ച് കാണിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ 1200 സ്ക്വയർ ഫീറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ ഔട്ട്പുട്ടിലുള്ള ലേഔട്ട് ഗ്രിഡിനകത്ത് 2 സ്ക്വയേഴ്സ് യൂസ് ചെയ്താൽ മതി എന്നൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എത്ര സ്ക്വയേഴ്സ് യൂസ് ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇതൊരു സ്കെയിലിംഗ് ആണ്. 1200 സ്ക്വയർ ഫീറ്റിനെ സ്കെയിൽ ചെയ്തു 2 സ്ക്വയേഴ്സിലേക്ക്. 800-ന് 1 സ്ക്വയർ, 600-ന് 1 സ്ക്വയർ, 2 സ്ക്വയേഴ്സ്. അങ്ങനെ സ്ക്വയേഴ്സ് നമ്മുടെ ഫൈനൽ ലേഔട്ടിനകത്തുള്ള ഈ സ്ക്വയർ ഗ്രിഡുകളായിട്ടാണ് ഉണ്ടാവുക. അപ്പൊ ഇതിനെ സ്കെയിലിംഗ് നടത്തിയതാണ് ഇവിടെ നമ്പർ ഓഫ് സ്ക്വയേഴ്സ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഇൻപുട്ടായിട്ട് ഇൻപുട്ട് റിക്വയർമെന്റ് എന്ന് പറയുന്നത് ആക്ടിവിറ്റി റിലേഷൻഷിപ്പ് ചാർട്ടാണ്. റിലേഷൻഷിപ്പ് ചാർട്ടും തന്നിട്ടുണ്ട്. ഇവിടെ 1 to 7 ഡിപ്പാർട്ട്മെന്റ്സ് തമ്മിലുള്ള റിലേഷൻ, ഡിപ്പാർട്ട്മെന്റ് 1ഉം 2ഉം തമ്മിൽ റിലേഷൻ ഇ, ഡിപ്പാർട്ട്മെന്റ് 1ഉം 3ഉം തമ്മിൽ റിലേഷൻ ഒ, ഡിപ്പാർട്ട്മെന്റ് 1ഉം 4ഉം തമ്മിൽ റിലേഷൻഷിപ്പ് ഐ, 1 and 5 O, between 1 and 6 relation is U,
ബിറ്റ്വീൻ 1 and 7 റിലേഷൻഷിപ്പ് യു. അപ്പൊ ഇങ്ങനെ ഇത്രയും സാധനമാണ് ഇൻപുട്ട് എല്ലാം തന്നിട്ടുണ്ട് അല്ലെ. നമ്മുടെ ഇൻപുട്ട് റിക്വയർമെന്റ് ആയിട്ട് കോർലാപ്പ് 2 കാര്യമേ പറഞ്ഞിട്ടുള്ളൂ. ഒന്ന് റിലേഷൻഷിപ്പ് ചാർട്ടാണ്, മറ്റൊന്ന് ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ ഏരിയ ഡീറ്റെയിൽസ്, നമ്പർ ഓഫ് ഡിപ്പാർട്ട്മെന്റ്സ്. ഇത് രണ്ടും നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ ഇൻപുട്ട് ആയിട്ട് തന്നു കഴിഞ്ഞു. ഇനി പ്രൊസീജിയർ 2 എന്താ? പ്രൊസീജിയർ 2 എന്താ? ഡിറ്റർമിനേഷൻ ഓഫ് പ്ലേസ്മെന്റ് സീക്വൻസ്. പ്ലേസ്മെന്റ് സീക്വൻസ് കണ്ടുപിടിക്കണം. ഈ 1 to 7, 1 മുതൽ 7 വരെയുള്ള ഡിപ്പാർട്ട്മെന്റിൽ ആരെയാണ് ആദ്യം പ്ലേസ്മെന്റ് നടത്തേണ്ടത്, രണ്ടാമതായിട്ട് ആരെ പ്ലേസ് ചെയ്യണം, ആ സീക്വൻസ് കണ്ടുപിടിക്കണം. അപ്പോ കോറൽ ആപ്പിന് ഒരു ടെക്നിക്ക് ഉണ്ട്. ഈ പ്ലേസ്മെന്റ് സീക്വൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്കോർ കണ്ടുപിടിക്കുന്നത്, ഒരു ടോട്ടൽ ക്ലോസ്നെസ് റേറ്റ് അല്ലെങ്കിൽ റേഷ്യോ അല്ലെങ്കിൽ TCR വാല്യൂ എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം ഉണ്ട്. നമുക്ക് നോക്കാം. അടുത്തതായിട്ട് സീക്വൻസ് കണ്ടുപിടിക്കലാണ്. എങ്ങനെയാണ് സീക്വൻസ് കണ്ടുപിടിക്കുക? സീക്വൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കമ്പ്യൂട്ട് ടോട്ടൽ ക്ലോസ്നെസ് റേറ്റിംഗ്, TCR വാല്യൂ, ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും TCR വാല്യൂ കണ്ടുപിടിക്കണം. എന്നിട്ട് അതിനകത്ത് ഏറ്റവും കൂടുതൽ TCR വാല്യൂ ഉള്ളത് ആരാണോ അയാളെ ഫസ്റ്റ് ആയിട്ട് നമ്മൾ പ്ലേസ് ചെയ്യണം. അപ്പൊ എങ്ങനെയാണ് ഈ TCR വാല്യൂ? എന്താ TCR എന്ന് പറഞ്ഞാൽ? എന്താ TCR? ടോട്ടൽ ക്ലോസ്നെസ് റേറ്റിംഗ്. ഓക്കെ, TCR. അപ്പൊ ഈ പറയുന്ന 7 ഡിപ്പാർട്ട്മെന്റുകളുടെയും TCR വാല്യൂ കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാന്നറിയോ? അത് ശ്രദ്ധിക്കണേ. TCR വാല്യൂ കണ്ടുപിടിക്കുന്ന മെത്തേഡാ പറയുന്നത്. ഇപ്പൊ ഡിപ്പാർട്ട്മെന്റ് 1 എടുക്കുകയാണെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് 1 എന്തൊക്കെ റിലേഷൻസാ ഫോളോ ചെയ്യുന്നത്? E ഉണ്ട്, O ഉണ്ട്, I ഉണ്ട്, O ഉണ്ട്, U ഉണ്ട്, U ഉണ്ട്. അപ്പൊ ഈ ഡിപ്പാർട്ട്മെന്റ് 1ന്റെ TCR വാല്യൂ എങ്ങനെയാ കണ്ടുപിടിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഓരോ ലെറ്ററിങ്ങിനും ഓരോ നമ്പർ നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് ഇവിടെ എക്ക് 6 പോയിന്റ്, ഇക്ക് 5 പോയിന്റ്, ഐക്ക് 4, ഓക്ക് 3, യുക്ക് 2, എക്സിന് 1. ഈ ഒരു സ്കോറിംഗ് പാറ്റേൺ ഇതേപോലെ നമ്മൾ ആൽഡപ്പിനകത്ത് സ്കോർ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനൊക്കെ ഓരോ റേറ്റിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു. എക്ക് 64 അല്ലെ, ഇക്ക് 16 അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. TCR വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ വോവൽസിനും ഓരോ സ്കോർ നമ്മൾ 6 to 1 ഡിസെൻഡിങ് ഓർഡറിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ സ്കോർസ് ഓർമ്മ വേണേ ഓരോന്നിന്റെയും. ഇനി TCR വാല്യൂ എങ്ങനെയാ കണ്ടുപിടിക്കുക? അപ്പൊ എയുമായിട്ട് ഡിപ്പാർട്ട്മെന്റ് 1ൽ എന്തൊക്കെ റിലേഷൻ ഉള്ളത്? ഇ ഉണ്ട്, O ഉണ്ട്, I ഉണ്ട്, O ഉണ്ട്, U ഉണ്ട്, U ഉണ്ട്. അപ്പൊ ഈ ഇക്ക് കറസ്പോണ്ടിങ് സ്കോർ എത്രയാ? ഇപ്പൊ നമ്മൾ പറഞ്ഞ റേറ്റിംഗ് പ്രകാരം ഇക്ക് കറസ്പോണ്ടിങ് സ്കോർ എത്രയാ? എത്രയാടാ? ഇവിടെ നോക്ക് നിങ്ങള്. ഇക്ക് കറസ്പോണ്ടിങ് സ്കോർ എത്രയാ? 5. അപ്പോ ഈ ഡിപ്പാർട്ട്മെന്റ് 1ന്റെ TCR കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡാണ് പറയുന്നത്. സോ 5. ഓക്ക് കറസ്പോണ്ടിങ് എത്രയാ? 3 അല്ലേ? 3. അപ്പോ ഇവിടെ 3. ഐക്ക് കറസ്പോണ്ടിങ് എത്രയാ? 4. അപ്പോ ഇവിടെ 4. Then again O 3. Then last U എത്രയാ? യുക്ക് കറസ്പോണ്ടിങ് വാല്യൂ 2. അപ്പൊ ഇവിടെ 2, again 2. ഇതെല്ലാം തമ്മിൽ കൂട്ടുക. 5 + 3 + 4 + 3 + 2 + 2 എത്ര വരും? എത്രയാടാ? ആണോ? 19 അല്ലേ? അല്ലെ? 5 3 8 4 12 15 17 2 19. ഓക്കെ, അങ്ങനെയാണ് ഡിപ്പാർട്ട്മെന്റ് 2ന്റെ TCR വാല്യൂ എത്രയായിരിക്കും? ഇക്ക് കറസ്പോണ്ടിങ് that is 5, യുക്ക് കറസ്പോണ്ടിങ് that is 2, ഇക്ക് again E that is 5, I 4, again I 4, then U that is 2. എത്ര TCR വാല്യൂ വരിക? 5ഉം 2ഉം 7ഉം 5ഉം 12ഉം 4ഉം 16, 20, 22. Then ഡിപ്പാർട്ട്മെന്റ് 3യുടെ എത്ര വരും? 3 +
2 2 plus 3 plus 2 9 12 14 അല്ലേ? അങ്ങനെ ഇതിനകത്തുള്ള 7 ഡിപ്പാർട്ട്മെന്റിന്റെയും TCR വാല്യൂ കണ്ടുപിടിക്കും. നമ്മൾ ഇതിന്റെ പിന്നെ ആ ഒരു സീക്വൻസ് കണ്ടുപിടിക്കാനുള്ള സ്റ്റെപ്പാണ് ഇത്. ആദ്യം ആരെ പ്ലേസ് ചെയ്യണം, നെക്സ്റ്റ് ആരെ പ്ലേസ് ചെയ്യണം എന്നുള്ള ആ സീക്വൻസിലെ അത് കണ്ടുപിടിക്കുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഇതേപോലെ 7 ഡിപ്പാർട്ട്മെന്റിന്റെയും TCR വാല്യൂ, വാട്ട് ഈസ് TCR? ടോട്ടൽ ക്ലോസ്നെസ് റേറ്റിംഗ്. TCR വാല്യൂ കണ്ടുപിടിക്കും. അപ്പം TCR വാല്യൂ ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഡിപ്പാർട്ട്മെന്റ് 1 19, ഡിപ്പാർട്ട്മെന്റ് 2 22, ഡിപ്പാർട്ട്മെന്റ് 3 16, ഡിപ്പാർട്ട്മെന്റ് 4ന്റെ നോക്കിയാൽ 19 കിട്ടും, ഡിപ്പാർട്ട്മെന്റ് 5ന്റേത് 23 കിട്ടും, ഡിപ്പാർട്ട്മെന്റ് 6ന്റേത് 22 കിട്ടും, ഡിപ്പാർട്ട്മെന്റ് 7ന്റേത് 17 കിട്ടും. ഇനി ഇതിന്റെ അകത്ത് നമ്മൾ സീക്വൻസ് ഉണ്ടാക്കുകയാണ്. നമ്മുടെ സീക്വൻസ് ഇതാണ്. TCR വാല്യൂ, ഏറ്റവും ഹയസ്റ്റ് TCR വാല്യൂ ആർക്കാണോ അയാളെ നമ്മൾ ഫസ്റ്റ് പ്ലേസ് ചെയ്യണം. ഇതിലിപ്പോ ആർക്കാണ് ഏറ്റവും ഹയസ്റ്റ് പാറ്റേൺ TCR ഉള്ളത്? ഏത് ഡിപ്പാർട്ട്മെന്റിനാ? 5. ഡിപ്പാർട്ട്മെന്റ് 5. അപ്പൊ ഒന്നാമതായിട്ട് പ്ലേസ് ചെയ്യേണ്ട ആളുടെ ഡീറ്റെയിൽ കിട്ടി. ദാറ്റ് ഈസ് ഡിപ്പാർട്ട്മെന്റ് 5. ഇനി ഈ കോറൽ ആപ്പ് നമ്മൾ ആൽഡപ്പിനകത്ത് പറഞ്ഞു, ആ ഒരു സ്കാനിങ് പാറ്റേൺ അല്ലെങ്കിൽ പ്ലേസ്മെന്റ് പാറ്റേൺ എന്ന് പറയുന്നത് ഒരു സ്വീപ്പ് വിഡ്ത്ത് ഇട്ടിട്ട് അല്ലെ, വേൾഡ് സ്കാനിങ് പാറ്റേൺ. ഇത് ഇവിടെ വരെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് പോവും, പിന്നെ ഇങ്ങോട്ട് പോവും. ഇതായിരുന്നു അവിടുത്തെ സ്കാനിങ് പാറ്റേൺ. ബട്ട് കോറൽ ആപ്പിനകത്ത് സ്കാനിങ് അല്ലെങ്കിൽ പ്ലേസ്മെന്റ് പാറ്റേൺ എന്ന് പറയുന്നത്, കോറൽ ആപ്പ് എപ്പോഴും ലേ ഔട്ടിന്റെ സെൻട്രലാണ് ഫസ്റ്റ് പ്ലേസ്മെന്റ് നടത്തുക. അതായത് ലേ ഔട്ടിന്റെ ഇതാണ് എന്റെ ലേ ഔട്ട് ഡയഗ്രാം അല്ലെങ്കിൽ ഔട്ട്പുട്ട് എങ്കിൽ ഒന്നാമത്തെ ഇപ്പൊ ഈ 5 എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിനെ നമ്മൾ പ്ലേസ് ചെയ്യുന്നത് ഇതിന്റെ ഏറ്റവും സെൻട്രൽ ആയിരിക്കും. അത് റെക്ടാംഗുലർ ഷേപ്പ് ആയിരിക്കും. കോറൽ ആപ്പിലായതുകൊണ്ട് നമുക്ക് എല്ലാ ഡിപ്പാർട്ട്മെന്റും റെക്ടാംഗുലർ ഷേപ്പാണ്. അപ്പോൾ ഡിപ്പാർട്ട്മെന്റ് 5 ആണ് ഫസ്റ്റ് പ്ലേസ് ചെയ്യേണ്ടത്, മനസ്സിലായി. ഇനി രണ്ടാമതായിട്ട് ആര് പ്ലേസ് ചെയ്യണം? ഒന്നാമത്തെ കിട്ടിയല്ലോ. രണ്ടാമതായിട്ട് ഇപ്പൊ നമുക്ക് ഡിപ്പാർട്ട്മെന്റ് 5 ആണ് ഫസ്റ്റ് എന്ന് മനസ്സിലായി. രണ്ടാമതായിട്ട് പ്ലേസ് ചെയ്യേണ്ടത് ഈ ഡിപ്പാർട്ട്മെന്റ് 5ഉം ആയിട്ട് എയർ റിലേഷൻ ഉള്ള ആരെങ്കിലും ഉണ്ടോ നോക്കുക. എയർ റിലേഷൻ ഉള്ള ആരെങ്കിലും ഉണ്ടോന്ന് എവിടുന്നാ കിട്ടുക? അത് ആ ഡീറ്റെയിൽ എവിടുന്നാ കിട്ടുക? 5ആയിട്ട് എയർ റിലേഷൻ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമുക്ക് എവിടുന്ന കിട്ടുക? ഏത് ഡാറ്റേന്റെ അകത്തുനിന്നാ നമുക്ക് ആ ഒരു ഐഡിയ കിട്ടുക? റിലേഷൻഷിപ്പ് ചാർട്ടിലേക്ക് പോകണം. അപ്പൊ അവിടെയാണ് കോറൽ ആപ്പ് റിലേഷൻഷിപ്പ് ചാർട്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതിന്റെ പ്രൂഫ്. അപ്പൊ നമ്മൾ 5ആയിട്ട് എയർ റിലേഷൻ ഉള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. അപ്പൊ നമ്മൾ ഈ പറയുന്ന റിലേഷൻഷിപ്പ് ചാർട്ടിലേക്ക് വന്നു. അപ്പൊ റിലേഷൻഷിപ്പ് ചാർട്ട് ഡിപ്പാർട്ട്മെന്റ് 5ആയിട്ട് എയർ റിലേഷൻ ആർക്കെങ്കിലും ഉണ്ടോ? ഉണ്ടോ? 6. ഇതാ ഇവിടെ ഉണ്ടല്ലേ. ഡിപ്പാർട്ട്മെന്റ് 6-നുണ്ട്. അപ്പോ രണ്ടാമത്തെ ആളെയും കിട്ടി, ഡിപ്പാർട്ട്മെന്റ് 6. ഇനി ഡിപ്പാർട്ട്മെന്റ് 5ആയിട്ട് നിങ്ങൾ അസ്യൂം ചെയ്യാം ഇവിടെ ഇപ്പൊ എയർ റിലേഷൻ ആരും ഇല്ല. അങ്ങനെയാണെങ്കിൽ അടുത്തതായിട്ട് നമ്മൾ നോക്കേണ്ടത് ഈ റിലേഷൻ ആയിരിക്കെങ്കിലും ഉണ്ടോ നോക്കുക. അപ്പൊ ഈ റിലേഷൻ ഉള്ള ആളെ പ്ലേസ് ചെയ്യുക. ഇനി എയും ഇയും ഇല്ല, അപ്പൊ ചിലപ്പോ ഐ റിലേഷൻ ഉള്ള ആളിലേക്ക് നോക്കേണ്ടി വരും. ഇനി വേറൊരു കണ്ടീഷൻ വരാവേ. വേറൊരു കണ്ടീഷൻ ഇങ്ങനെ ആയിരിക്കും. ഡിപ്പാർട്ട്മെന്റുമായിട്ട് ഇപ്പൊ ഡിപ്പാർട്ട്മെന്റ് 5ആയിട്ട് ഇപ്പൊ 6-ന് എ ഉണ്ട്, അതേപോലെ ചിലപ്പോൾ ഇവിടെ 7-നും എ ആയിരിക്കും. 2 എ വന്നു കൂട്ട്. അപ്പൊ ഇതിന്റെ അകത്ത് ആരെ സെലക്ട് ചെയ്യും? ഡിപ്പാർട്ട്മെന്റ് 5ആയിട്ട് രണ്ടാൾക്ക് സെയിം റിലേഷൻ വന്നാൽ ഇതിന്റെ അകത്ത് ആരെ സെലക്ട് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഇവിടെ എക്സാമ്പിൾ ഞാൻ ഇട്ടത് 6ഉം 7ഉം. ഈ 6ഉം 7ന്റെ അകത്തുനിന്ന് ഏറ്റവും കൂടുതൽ TCR വാല്യൂ ആർക്കാണോ നോക്കുക. അപ്പൊ നമ്മൾ TCR കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ 6ഉം 7ഉം തമ്മിൽ ഏറ്റവും കൂടുതൽ TCR ആർക്കാ? ദാറ്റ് ഈസ് 22. 6-നാണ്. അപ്പൊ രണ്ടാമതായിട്ട് 6-നെ പ്ലേസ് ചെയ്യണം. ഇതാണ് ഓർഡർ. ഇനി നമ്മൾ ഫസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് സെലക്ട് ചെയ്യുമ്പോഴും ഇതേ പ്രശ്നം വരാം. ഇവിടെ ഇപ്പൊ ഫസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നമ്മൾ സെലക്ട് ചെയ്തത് ഏറ്റവും കൂടുതൽ TCR വാല്യൂ ഉള്ള ആളെ നോക്കിയിട്ടാ. അപ്പൊ ഇവിടെ 23 ആണ് ഏറ്റവും ടോപ്പ്. ചിലപ്പം ഇതും 23 തന്നെയാണെന്ന് വെച്ചോ. 2 ഡിപ്പാർട്ട്മെന്റിന് ഒരേപോലെ വന്നു നോക്ക്. അപ്പൊ 2 23 വന്നു. 5-നും 6-നും ഒരേ വാല്യൂ, ഹയസ്റ്റ് വാല്യൂ. അപ്പൊ ഇതിന്റെ അടുത്ത് ആരെ ഫസ്റ്റ് സെലക്ട് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ആക്ടിവിറ്റി റിലേഷൻഷിപ്പ് ചാർട്ടിലേക്ക് പോകും. എന്നിട്ട് ഏറ്റവും ഇപ്പൊ 5-ൽ എത്ര എ ഉണ്ട്? 1 എ. 6-ൽ എത്ര എ ഉണ്ട്? 1 എ. ഇനി 5-ൽ എത്ര ഇ ഉണ്ട്? എ ഇല്ല. 6-ലോ? 6-ൽ ഒരു ഇ ഉണ്ട്. അപ്പോ ഇയാളെയാണ് നമ്മൾ സെലക്ട് ചെയ്യുക. ഒന്നിലധികം എയോ അല്ലെ ഒന്നിലധികം ഇ ഒക്കെ ഉള്ളത് ആരാണോ ടൈ വരുമ്പോ അങ്ങനെ നോക്കേണ്ടി വരും. ഇനി രണ്ടാമത്തെ ഡിപ്പാർട്ട്മെന്റ് പ്ലേസ്മെന്റ് നടത്തുമ്പോൾ
നമ്മൾ ഒന്നാമതായിട്ട് പ്ലേസ് ചെയ്ത ആളുമായിട്ട് എ റിലേഷൻ അല്ലെങ്കിൽ ഈ റിലേഷൻ ഉള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ ഇവിടെ പോയി നോക്കണം. നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി ഡിപ്പാർട്ട്മെന്റ് 6 അങ്ങനെ ഒരു റിലേഷൻ ഉണ്ട്. സോ രണ്ടാമത്തെ ആളെ കിട്ടിയല്ലോ. രണ്ടാമത്തെ സീക്വൻസ് എന്ന് പറയുന്നത് 5 കഴിഞ്ഞാൽ then 6. ഇനി ആരെ പ്ലേസ് ചെയ്യണം? മൂന്നാമതായിട്ട് ഈ പറയുന്ന 6 നമ്മൾ പ്ലേസ് ചെയ്തു. മൂന്നാമതായിട്ട് ഇതേ നമ്പർ 6ഉമായിട്ട് എ റിലേഷൻ ഉള്ള ആരെങ്കിലും ഉണ്ടോ നോക്കണം. വീണ്ടും നമ്മൾ ആക്ടിവിറ്റി റിലേഷൻഷിപ്പ് ചാർട്ടിലേക്ക് പോകണം. അപ്പോ ഡിപ്പാർട്ട്മെന്റ് 6ഉമായിട്ട് എ റിലേഷൻ ആർക്കെങ്കിലും ഉണ്ടോ? 22 TCRలో വേറൊരു ഡിപ്പാർട്ട്മെന്റ് കൂടിയില്ലേ? നമ്മൾ ഈ TCR വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഫസ്റ്റിലത്തെ ഡിപ്പാർട്ട്മെന്റ് സെലക്ഷന് വേണ്ടി മാത്രമാണ്. അതേപോലെ ടൈ വരുമ്പോഴും അത് ഫസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് സെലക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ TCR ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച്. കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി ഏറ്റവും കൂടുതൽ TCR ഉള്ളത് 23. അപ്പൊ ഇത് നമ്മൾ ഇതിനകത്ത് തന്നെ ഈ TCRന്റെ ചാർട്ടിൽ നിന്ന് ഫസ്റ്റിലത്തെ ആളെ മാത്രം സെലക്ട് ചെയ്തു. ഇനി കംപ്ലീറ്റ് ഫോളോ ചെയ്യുന്നത് റിലേഷൻഷിപ്പ് ചാർട്ടിലെ റിലേഷനുമായിട്ട് നോക്കിയിട്ടാണ്. ഇനി നമ്മൾ ഈ TCRന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. ഇമ്പോർട്ടൻസ് ഉണ്ട് എപ്പോഴാന്ന് വെച്ചാൽ റിലേഷൻഷിപ്പ് ചാർട്ടിനകത്ത് ടൈ വരുന്നുണ്ടെങ്കിൽ മാത്രം. അപ്പൊ നമ്മൾ ഇവിടെ ഇനി നോക്കുന്നത് ഈ ഫസ്റ്റ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് എ റിലേഷൻ ഉള്ള, ഇനി നമ്മൾ റിലേഷൻഷിപ്പ് ചാർട്ടിലേക്ക് മടങ്ങി പോവാണ്. 5ഉമായിട്ട് എ റിലേഷൻ ഉള്ളത് 6. അപ്പൊ 6 അല്ലാതെ വേറെ ഒന്നും ഇല്ലല്ലോ ഇവിടെ. 6 മാത്രമേ ഉള്ളൂ എ റിലേഷൻ ഉള്ളത്. അപ്പൊ 6നെ തന്നെ പ്ലേസ് ചെയ്യാം. ഇനി നമ്മൾ TCR ചാർട്ടിലേക്ക് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. ഓക്കെ, ഇനി മൂന്നാമതായിട്ട് 6ഉമായിട്ട് എ റിലേഷൻ ഉള്ള ആൾ ആരാണോ നോക്കണം. അപ്പൊ നമ്മൾ ഇവിടത്തേക്ക് വരുന്നു. ഇവിടെ നോക്കിയേ, 6ഉമായിട്ട് എ റിലേഷൻ ഉള്ള ആളാരാ? ആരാടാ? 5. പക്ഷെ 5 നമ്മൾ ഓൾറെഡി പ്ലേസ് ചെയ്തില്ലേ. അപ്പൊ ഇനി വേറെ ആർക്കെങ്കിലും എ ഉണ്ടോ? ഇല്ല. പിന്നെ എന്ത് നോക്കണം? എ ഇല്ലെങ്കിൽ അടുത്ത റിലേഷൻ ഇ നോക്കണം. 6ഉമായിട്ട് ഈ റിലേഷൻ ഉണ്ടോ ആർക്കെങ്കിലും? ഇ ഇല്ലേ? ഇതാ ഇവിടെ ഒരു ഇ ഉണ്ട് ഇല്ലേ? അപ്പൊ മൂന്നാമതായിട്ട് ആരിടണം? 7. ദെൻ ഇനി അടുത്ത ഇതേ പ്രൊസീജിയർ തന്നെ കണ്ടിന്യൂ ചെയ്യുക. 7ഉമായിട്ട്, അപ്പം 5 ആയി 6 ആയി. ഇനി 7ഉമായിട്ട് എ ഓർ ഈ റിലേഷൻ, എ ഇല്ലെങ്കിൽ ഈ റിലേഷൻ. നമുക്ക് ഇനി 7ന്റെ ആക്ടിവിറ്റി റിലേഷൻഷിപ്പ് ചാർട്ടിലേക്ക് പോവാം. 7ഉമായിട്ട് എ ഉണ്ടോ ആരേലും? എ ഉണ്ടോ ആരേലും? ഇല്ല. ഇ ഉണ്ടോ? ഇ ഉണ്ട്, 6. പക്ഷെ 6 നമ്മൾ പ്ലേസ് ചെയ്തു. പിന്നെയോ എ ഇ. ദെൻ അടുത്തത് നോക്കിയത് ഐ ഉണ്ടോ? 5 ഉണ്ട്, പക്ഷെ 5 നമ്മൾ പ്ലേസ് ചെയ്തു. ദെൻ പിന്നെ ഏതാ? എ ഇ ഐ ഒ യു. യു നോക്കിയപ്പോ ഇവിടെ 4 യു ഉണ്ട്. ടൈ വന്നു. ടൈ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം എന്നാ പറഞ്ഞത്? ഈ 4ന്റെ അകത്ത് 1 2 3 4 ഇതിന്റെ അകത്ത് ആരെ സെലക്ട് ചെയ്യണം? സാർ ഈ മേലും ഇല്ലേ? ഈ മേലും ഇല്ലേ? എങ്ങനെ മേലെ? 5ന് മേലെ എടുക്കാൻ വേണ്ട, താഴെ എടുക്കാവും. അങ്ങനെയല്ല, നമ്മൾ ഫസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് സെലക്ട് ചെയ്യുന്നതില്ലേ. നമ്മളോട് റിപ്പീറ്റ് ചെയ്യാം. ഫസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഈ TCRൽ ഹയസ്റ്റ് വാല്യൂ ഉള്ള ആളെയാണ് എടുക്കുക. ഓക്കെ, ദാറ്റ് ഈസ് ഫൈൻ. ഇനി സെക്കൻഡ് ഡിപ്പാർട്ട്മെന്റ്, ഇനി നമ്മൾ ഈ ടേബിളിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. ഇനി നമ്മൾ കംപ്ലീറ്റ് നോക്കുന്നത് ആക്ടിവിറ്റി റിലേഷൻഷിപ്പ് ചാർട്ടിൽ മാത്രമാണ്. അപ്പൊ 5 എന്നുള്ളത് കിട്ടി, ഫസ്റ്റത്തെ ആളെ കിട്ടി. ഇനി ഈ 5ഉമായിട്ട് എ റിലേഷൻ ഉള്ളത് ആരാണോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ആക്ടിവിറ്റി റിലേഷൻഷിപ്പ് ചാർട്ടിലേക്ക് വരുന്നു. അപ്പൊ 5ന്റെ മൊത്തം ഡാറ്റാസ് നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ 5ഉമായിട്ട് ഒരു എ റിലേഷൻ ഉള്ള ആളുണ്ട്, ദാറ്റ് ഈസ് 6. വേറെ ഒന്നും നോക്കണ്ട. രണ്ടാമതായിട്ട് 5 കഴിഞ്ഞാൽ അടുത്തതായിട്ട് 6ന് ഇടണം. ദെൻ വീണ്ടും നമ്മൾ 6ഉമായിട്ട് എ റിലേഷൻ ഉള്ള ആരെങ്കിലും ഉണ്ടോ നോക്കണം. അപ്പൊ 6ന്റെ കംപ്ലീറ്റ് ഡാറ്റ നമ്മൾ ഇങ്ങനെ സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടി 5ഉമായിട്ടുണ്ട്. പക്ഷെ 5 നമ്മൾ ഓൾറെഡി പ്ലേസ് ചെയ്തു. പിന്നെ ആയിരിക്കും എ ഇല്ല. എ ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ നോക്കേണ്ടത് എന്താ? ഇ ഉണ്ടോ നോക്കണം. അപ്പോ 6ഉമായിട്ട് ഈ റിലേഷൻ ഉണ്ടോ ആയിരിക്കും? ഉണ്ട്. ആർക്കാ? ദാറ്റ് ഈസ് 7 ആണ് അല്ലെ? അപ്പോ വേറെ ഒന്നും നോക്കണ്ട, അയാളെങ്ങ് പ്ലേസ് ചെയ്യാ. 5 6 7. ഇനി അടുത്ത ഡിപ്പാർട്ട്മെന്റിന് എങ്ങനെയാ കിട്ടുക? ഈ 7ഉമായിട്ട് എ റിലേഷൻ ഉള്ള ആരെങ്കിലും ഉണ്ടോ നോക്കുക. അപ്പൊ 7ന്റെ ഡാറ്റ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ സ്കാൻ ചെയ്യണം. ഈ ഹൊറിസോണ്ടൽ സ്കാനിങ് നോക്കുമ്പോൾ എ ആയിരിക്കില്ല. ദെൻ എ ഇല്ലെങ്കിൽ പിന്നെ ഇ ഉണ്ടോ നോക്കണം.
ഇ ഉണ്ട്, പക്ഷെ അത് ആറിനാണ്. ആറ് നമ്മൾ ഓൾറെഡി പ്ലേസ് ചെയ്തു. ഇയും ഇല്ലെങ്കിൽ പിന്നെ നോക്കേണ്ടത് ഐ ഉണ്ടാവും നോക്കണം. ഐ നോക്കിയപ്പോൾ 5-നുണ്ട്, 5 നമ്മൾ ഓൾറെഡി പ്ലേസ് ചെയ്തു. പിന്നെ ഉള്ളത് AEI O ഉണ്ടോ നോക്കുക. O ആർക്കും ഇല്ലല്ലോ. O ഇല്ലെങ്കിൽ പിന്നെ യു ആണ്. യു ഉണ്ട്, പക്ഷെ 7 എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിന് ഡിപ്പാർട്ട്മെന്റ് 1 ആയിട്ട് യു ആണ്, 2 ആയിട്ട് യു ആണ്, 3 ആയിട്ട് യു ആണ്, 4 ആയിട്ടും യു ആണ്. അപ്പൊ 4 ആളുമായിട്ട് സെയിം റിലേഷൻ ഉണ്ട്. അപ്പൊ ഇതിന്റെ അകത്ത് ആരെ സെലക്ട് ചെയ്യും? അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ടൈ വന്നു കഴിഞ്ഞാൽ, റിലേഷൻഷിപ്പ് ചാർട്ടിനകത്ത് ഒരു ടൈ വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ ഇവിടെ 4 ആള് തമ്മിൽ ടൈ ഉണ്ട്. ഈ 4 ആളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ TCR വാല്യൂ ആർക്കാണോ ഉള്ളത് അയാളെ സെലക്ട് ചെയ്യണം. ഇപ്പൊ 1, 2, 3, 4 ഈ 4 ഡിപ്പാർട്ട്മെന്റിന്റെ TCR വാല്യൂ നമ്മൾ ഇവിടെ എല്ലാവരുടെയും കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പൊ 1, 2, 3, 4 ഇതിൽ ഏറ്റവും ഹൈ ആയിരിക്കാം 19, 22, 14, 19. ആരെയാ സെലക്ട് ചെയ്യേണ്ട നേരം? ഈ 4 ഡിപ്പാർട്ട്മെന്റിൽ ഏറ്റവും കൂടുതൽ TCR ഉള്ളത് നമ്പർ 2-നാണ് അല്ലെ, 22. സോ അടുത്ത ഡിപ്പാർട്ട്മെന്റ് സീക്വൻസ് കിട്ടി, ദാറ്റ് ഈസ് 2. ദെൻ ഇനി ഈ ടൈയിൽ ഒരാൾ പോയി. ഇനി ടൈയിൽ ബാക്കി ആരൊക്കെയാ ഉള്ളത്? 1 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്. ഇനി ഇതിന്റെ അകത്ത് ആരെയായിരിക്കും സെലക്ട് ചെയ്യേണ്ടത്? 19, 14, 19. അപ്പൊ ഇവിടെ വീണ്ടും ഒരു ടൈ വന്നു. 19ഉം 19ഉം തമ്മിൽ ഒരു ടൈ വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? TCR വാല്യൂവിൽ ഒരു ടൈ വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ ഡിപ്പാർട്ട്മെന്റ് 1ഉം ഡിപ്പാർട്ട്മെന്റ് 4ഉം തമ്മിലാണ് ടൈ. വീണ്ടും നമ്മൾ ആക്ടിവിറ്റി റിലേഷൻഷിപ്പ് ചാർട്ടിലേക്ക് പോകണം. അപ്പൊ ഡിപ്പാർട്ട്മെന്റ് 1-ൽ എത്ര എ ഉണ്ട്? എ ഒന്നുമില്ല. ഡിപ്പാർട്ട്മെന്റ് 1-ൽ എത്ര ഇ ഉണ്ട്? ഒരു ഇ ഉണ്ട്. ഡിപ്പാർട്ട്മെന്റ് 4-ൽ എത്ര എ ഉണ്ട്? എ ഒന്നുമില്ല, ഒരു ഇ. ഇപ്പൊ രണ്ടാക്കും ഒരേപോലെ. ദെൻ ഇ കഴിഞ്ഞാൽ ഓ ഇ ഐ, ഇവിടെ ഒരു ഐ ഉണ്ട്, ഇവിടെ 2 ഐ ഉണ്ട്. അപ്പൊ കുറച്ചുകൂടി അടിപൊളി ആള് ഡിപ്പാർട്ട്മെന്റ് 4 ആണ്. അപ്പോ 6, 7, പിന്നെ നമ്മൾ ഏതായിരുന്നു അടുത്ത സീക്വൻസ് വെച്ചത്? 2, അടുത്ത വരുന്നത് 4 ആയിരിക്കും, അടുത്ത വരുന്നത് 1 ആയിരിക്കും, ദെൻ ലാസ്റ്റ് 3. ഈ സീക്വൻസ് കണ്ടുപിടിക്കുന്നതേ ഇതിലാകെ ഒരു പ്രധാനപ്പെട്ട സ്റ്റെപ്പായിട്ട് വരുന്നുള്ളൂ. സീക്വൻസ് കണ്ടുപിടിക്കാൻ വലിയ പണിയൊന്നുമില്ല. ആദ്യത്തെ ആളെ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ TCR വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യും. ഹയസ്റ്റ് TCR ഉള്ള ആളെ ഫസ്റ്റ് നമ്മൾ പ്ലേസ് ചെയ്യും. ദെൻ ഇനി അങ്ങോട്ടുള്ളത് കംപ്ലീറ്റ് റിലേഷൻഷിപ്പ് ചാർട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അപ്പൊ ഒന്നാമത്തെ ഡിപ്പാർട്ട്മെന്റ് ആരാണോ അയാളുമായിട്ട് എ റിലേഷൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അയാളെ നമ്മൾ എന്ത് ചെയ്യും? പ്ലേസ് ചെയ്യും, രണ്ടാമതായിട്ട് പ്ലേസ് ചെയ്യും. ഇനി ഒന്നിലധികം എ ഉണ്ടെങ്കിൽ വീണ്ടും നമ്മൾ TCR ചാർട്ടിലേക്ക് വരും. ഒന്നിലധികം എ ഉള്ള ഡിപ്പാർട്ട്മെന്റുകൾ ആരൊക്കെയാണോ അവരുടെ TCR വാല്യൂ നോക്കും. എന്നിട്ട് ടോപ്പ് TCR ആര് അയാളെ നമ്മൾ പ്ലേസ് ചെയ്യും. അങ്ങനെ രണ്ടാമത്തെ ആളെ കിട്ടിക്കഴിഞ്ഞാൽ മൂന്നാമത്തെ ആളെ കണ്ടുപിടിക്കാൻ വീണ്ടും റിലേഷൻഷിപ്പ് ചാർട്ടിലേക്ക് പോകും. ഈ രണ്ടാമത്തെ ആളുമായിട്ട് എ റിലേഷൻ ഉള്ള ആരെങ്കിലും ഉണ്ടോ നോക്കും. ഇല്ലെങ്കിൽ ഈ റിലേഷൻ ഉള്ള ആരെങ്കിലും ഉണ്ടോ നോക്കും. അതും ഇല്ലെങ്കിൽ ഇ കഴിഞ്ഞാൽ ഐ ഉണ്ടോ നോക്കും. ആ ഒരു ഓർഡറിൽ നോക്കും. ഇനി അവിടെ വീണ്ടും ടൈ വന്നു, ഒന്നിലധികം ആൾക്കാർക്ക് ടൈ വന്നു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും തിരിച്ച് TCR ചാർട്ടിലേക്ക് വരും. ആ ടൈ ഉള്ളവരുടെ കൂട്ടത്തിൽ ഏറ്റവും ടോപ്പ് TCR ആരാണോ അയാളെ നമ്മൾ അടുത്തതായിട്ട് പ്ലേസ് ചെയ്യും. അങ്ങനെ ആ ടൈ ബ്രേക്ക് ചെയ്ത് എല്ലാവരെയും നമ്മൾ എന്ത് ചെയ്യും? പ്ലേസ് ചെയ്യും. അപ്പൊ ഇവിടെ നമുക്ക് നമ്മുടെ ഗിവൺ എക്സാമ്പിളിന്റെ അകത്തുള്ള പാറ്റേൺ നമുക്ക് കിട്ടി, സീക്വൻസ് നമുക്ക് കിട്ടി. 5 ആദ്യം നമ്മൾ 5-നെ ചെയ്യണം, പിന്നെ 6-നെ പ്ലേസ് ചെയ്യണം, പിന്നെ 7-നെ പ്ലേസ് ചെയ്യണം, പിന്നെ 2-നെ പ്ലേസ് ചെയ്യണം, ദെൻ 4, ദെൻ 1, ദെൻ 3. ഓക്കെ, ഇനി 5, 6, 7, 2, 1, 4, 3 ഇതാണ് സീക്വൻസ് എന്ന് നമുക്ക് ഗിവൺ എക്സാമ്പിളിന്റെ സീക്വൻസ് ഇവർ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു സീക്വൻസ് കണ്ടുപിടിക്കാൻ മാത്രമേ നമുക്ക് ഇതിനകത്ത് കാര്യമായിട്ടുള്ള ഒരു പ്രൊസീജിയർ വരുന്നുള്ളൂ. ഇനി നമ്മൾ ഇതിന്റെ പ്ലേസ്മെന്റ് നടത്തണം. പ്ലേസ്മെന്റ് നടത്തുമ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഇതേപോലെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ നമ്മുടെ ഫൈനൽ ലേ ഔട്ട് എന്ന് പറയുന്നത് ഇതേപോലെ സ്ക്വയർ ഗ്രിഡുകളായിരിക്കും. ഈ ഗ്രിഡിനകത്താണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പ്ലേസ്മെന്റ് നടത്തേണ്ടത്. ഞാൻ പറഞ്ഞിട്ടുണ്ട് കോറിലേപ്പ് നമ്മളെ ആൽഡപ്പ് ആണെങ്കിൽ ആൽഡപ്പ് പ്ലേസ്മെന്റ് തുടങ്ങിയ ഇതാ ഈ ഭാഗത്ത് നിന്നാ. നമ്മളെ സ്വീപ്പ് വിഡ്ത്ത് 2 സ്ക്വയർ ആണ് സ്വീപ്പ് വിഡ്ത്ത് എങ്കിൽ ആദ്യം ഒന്നാമത്തെ ഡിപ്പാർട്ട്മെന്റിനെ അതിന്റെ ഏരിയക്ക് കണക്കായിട്ട് എത്ര സ്ക്വയർ വേണമോ അത്രയും സ്ക്വയറിൽ പ്ലേസ് ചെയ്യും. ദെൻ അടുത്ത ഡിപ്പാർട്ട്മെന്റിന്റെ ഇതിന്റെ താഴെയിലായിട്ട് ഇങ്ങനെ ഈ ഒരു സ്കാനിങ് പാറ്റേൺ നമ്മൾ വേർട്ടിക്കൽ സ്കാനിങ് പാറ്റേൺ എന്നാ പറയാം. അപ്പൊ ഇതായിരുന്നു ആൽഡപ്പിന്റെ പ്രൊസീജിയർ. ഇങ്ങനെ സൈഡിൽ നിന്ന് താഴോട്ട് ആ ഈക്വൽ വിഡ്ത്തിൽ സ്വീപ്പ് വിഡ്ത്തിൽ പ്ലേസ് ചെയ്ത് ഇപ്പുറത്തേക്ക് പോകും, ഇവിടുന്ന് മേലോട്ടേക്ക് വരും, ദെൻ ഇവിടുന്ന് താഴോട്ടേക്ക് വരും,
ഇവിടുന്ന് മേലോട്ട് ഇങ്ങനെ ഈ ഒരു സ്കാനിങ് പാറ്റേൺ ആയിരുന്നു ആൽഡപ്പ് ഫോളോ ചെയ്ത്. ബട്ട് കോറൽ ആപ്പ് എപ്പോഴും പ്ലേസ്മെന്റ് നടത്തുക സെന്ററിൽ നിന്നാണ്. ഫസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെ സെന്ററിൽ പ്ലേസ് ചെയ്യും. അപ്പൊ നമ്മുടെ സീക്വൻസ് ഓർമ്മ വേണം. ആദ്യം 5, പിന്നെ ഇങ്ങനെയായിരുന്നു സീക്വൻസ്, എങ്ങനെയായിരുന്നു 5 6 7 2 4 1 3. അപ്പൊ ഡിപ്പാർട്ട്മെന്റ് 5 എത്ര സ്ക്വയേഴ്സ് വേണമെന്നാ പറഞ്ഞിട്ടുള്ളത്? ഡിപ്പാർട്ട്മെന്റ് 5 പ്ലേസ് ചെയ്യാൻ സ്കെയിൽ ചെയ്തിട്ട് ഒരു സ്ക്വയറിൽ കാണിക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഡിപ്പാർട്ട്മെന്റ് 5 നമ്മൾ ഈ ഒരു ലേ ഔട്ടിനകത്ത് ഇത് ഞാൻ സെന്റർ ആയിട്ട് ഫിക്സ് ചെയ്യുകയാണെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് 5 ഒറ്റ സ്ക്വയറേ വേണ്ടു എന്ന് പറഞ്ഞിട്ടുണ്ട്. ദിസ് ഈസ് ഡിപ്പാർട്ട്മെന്റ് 5. അടുത്തത് ആരെയാ പ്ലേസ് ചെയ്യണ്ടേ? നമ്മളെ സീക്വൻസ് എങ്ങനെയാ? 5 കഴിഞ്ഞാൽ ദെൻ 6 അല്ലേ? 6ന് എത്ര സ്ക്വയർ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്? 6ന് എത്ര സ്ക്വയർ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്? 2 സ്ക്വയർ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്കെയിൽ ചെയ്തത് 2 സ്ക്വയറിലേക്കാ. അപ്പൊ നമ്മളെ ലേ ഔട്ടിലേക്ക് ഇടുന്നു. അപ്പൊ 6ന് ഈ 5ന്റെ എവിടെയാണ് പ്ലേസ് ചെയ്യുക? നമുക്ക് വേണമെങ്കിൽ 5 ആയിട്ട് ഇങ്ങനെ പ്ലേസ് ചെയ്യാൻ 2 സ്ക്വയർ വേണമല്ലോ. ഒരു സാധ്യത ഇതാണ്. അതല്ലെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ട് വേണമെങ്കിൽ പ്ലേസ് ചെയ്യാം, 2 സ്ക്വയറിലേ വേണ്ടു. അതല്ലെങ്കിൽ ഈ സൈഡിൽ നിന്ന് തുടങ്ങി ഇങ്ങനെ താഴോട്ടേക്ക് 2 എണ്ണം എടുക്കാം, അല്ലെ ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് 2 എടുക്കാം. അപ്പൊ എന്താണേലും 5 ആയിട്ട് ഏറ്റവും അഡ്ജസന്റ് അറ്റാച്ച്മെന്റ് ആയിരിക്കണം നമ്മളെ രണ്ടാമത്തെ പ്ലേസ്മെന്റ്. അപ്പൊ ദിസ് ഈസ് ഡിപ്പാർട്ട്മെന്റ് 5. ഇപ്പൊ 6നെ ഞാൻ പ്ലേസ് ചെയ്യുന്നു. 6ന് 2 സ്ക്വയേഴ്സ് വേണം. ഞാൻ ഇങ്ങനെ പ്ലേസ് ചെയ്യുന്നു 5 ആയിട്ട് മുട്ടിയിട്ട് തന്നെ. ദിസ് ഈസ് 6. ഓക്കെ, ദെൻ അടുത്ത സീക്വൻസ് എന്താ? 6 കഴിഞ്ഞാൽ നെക്സ്റ്റ് 7. 7 എത്ര സ്ക്വയേഴ്സ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്? 7 പ്ലേസ് ചെയ്യണമെങ്കിൽ 2 സ്ക്വയേഴ്സ് വേണം. 7ന്റെ ഏരിയക്ക് കണക്കായിട്ട് 2 സ്ക്വയേഴ്സ് വേണം. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഒന്നാമത്തെയും രണ്ടാമത്തെയും ആളെ നമുക്ക് എളുപ്പത്തിൽ പ്ലേസ് ചെയ്യാൻ പറ്റി. 7 എവിടെ പ്ലേസ് ചെയ്യും? 7ന് 2 സ്ക്വയേഴ്സ് വേണം. 7ന് വേണമെങ്കിൽ എനിക്ക് ഇവിടുന്ന് ഇതിന്റെ മുകളിലായിട്ട് ഇതേപോലെ തന്നെ അട്ടിയിടാം, അല്ലെ? ഇങ്ങനെ ചെയ്യാം, ഒരു സാധ്യത. അതല്ലെങ്കിൽ 7 ഇവിടുന്ന് 5നോടും 6നോടും മുട്ടിയിട്ടുള്ള രീതിയിൽ ഇങ്ങനെ ചെയ്യാം. അതും അല്ലെങ്കിൽ 7 എനിക്കിതാ ഈ ഒരു ഗ്യാപ്പിനകത്ത് ഇങ്ങനെ വെക്കാം. ഇതും 7, ഇതും 7. അതും അല്ലെങ്കിൽ 7 എനിക്കിതാ ഇവിടെ ഇങ്ങനെ 6ന്റെ ബാക്കിയായിട്ട് ഒരു വാല് പോലെ ഇവിടെയും 7, ഇവിടെയും 7. അപ്പൊ ഇതിനകത്ത് ഏത് കോമ്പിനേഷൻ നമ്മൾ ചൂസ് ചെയ്യും? മൂന്നാമത്തെ ഡിപ്പാർട്ട്മെന്റിനെ പ്ലേസ് ചെയ്യുമ്പോൾ അവിടെ ഒരു പ്രശ്നം വന്നു, അല്ലെ? കുറേ ഓപ്പർച്യൂണിറ്റി ഉണ്ട് പ്ലേസ്മെന്റിന്. അപ്പൊ ഇതിനകത്ത് ഏത് പ്ലേസ്മെന്റ് ആണ് നമ്മൾ ചൂസ് ചെയ്യാന്നുള്ളത്? ആ ഒരു പ്ലേസ്മെന്റ് കണ്ടീഷൻ അല്ലെങ്കിൽ ആ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ പുതിയൊരു ടേം പറയുന്നുണ്ട്, ടോട്ടൽ ക്ലോസ്നെസ് റേറ്റിംഗ് എന്ന് പറഞ്ഞ പോലെ തന്നെ, TCR വാല്യൂ എന്ന് പറഞ്ഞ പോലെ തന്നെ മറ്റൊരു വാല്യൂ നമ്മൾ പറയുന്നുണ്ട്, ദാറ്റ് ഈസ് ടോട്ടൽ പ്ലേസ്മെന്റ് റേറ്റിംഗ്, ദാറ്റ് ഈസ് TPR. പ്ലേസ്മെന്റ് റേറ്റിംഗ് കണ്ടുപിടിക്കണം. അപ്പോ ഒന്നാമത്തെയും രണ്ടാമത്തെയും ഡിപ്പാർട്ട്മെന്റ് വരെ നമുക്ക് കുഴപ്പമൊന്നും ഇല്ലാതെ പ്ലേസ്മെന്റ് നടത്തി. മൂന്നാമത്തെ ഡിപ്പാർട്ട്മെന്റ് പ്ലേസ് ചെയ്യാൻ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ്, ഒരുപാട് ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട്. അപ്പൊ ഇതിന്റെ അകത്തുനിന്ന് ഏതിനെയാണ്, അല്ലെ ഞാൻ ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണിച്ചു തന്നു 7നെ എവിടെയൊക്കെ പ്ലേസ് ചെയ്യാന്നുള്ളത്. അപ്പൊ ഇതിന്റെ അകത്തുനിന്ന് ഏതോ ഒന്നിനെ മാത്രമേ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റൂ. ആ സെലക്ഷൻ എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് TPR എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്, ദാറ്റ് ഈസ് ടോട്ടൽ പ്ലേസ്മെന്റ് റേറ്റിംഗ്. അത് നമ്മളൊരു സ്കോർ കാൽക്കുലേഷൻ ആണ്. ആ സ്കോർ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ചെയ്യുന്ന പരിപാടിയാണ് TPR പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. അതാണ് ഇനി അടുത്ത ഈ ഒരു മെത്തേഡിലുള്ള പ്രധാനപ്പെട്ട പ്രൊസീജിയർ. ഒന്നുമില്ല, വളരെ സിമ്പിൾ ആണ്. ഒരു സ്കോർ കാൽക്കുലേറ്റ് ചെയ്യുന്ന പരിപാടിയാണ്. അപ്പൊ എന്താണ് TPR എന്നുള്ളത് നമുക്ക് നോക്കാം. സമയമായോ? ഈ അവർ എത്ര മണി വരെ ആയിരുന്നു? 10:10 10:20 9:40 തുടങ്ങി അല്ലെ? 10:20. അപ്പൊ ഇതുവരെ പറഞ്ഞ് മറന്നു പോലെ ഇത്രയും പറഞ്ഞ ഇതിന്റെ കണ്ടിന്യൂഷൻ ആണ് ഇനി TPR പറയേണ്ടത്. അപ്പൊ നാളെ വന്നിട്ട് ഇതുവരെ പറഞ്ഞ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യല് ബുദ്ധിമുട്ടായിരിക്കും. ഇന്ന് പറഞ്ഞ എന്തൊക്കെയാ? കോറൽ ആപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഡിപ്പാർട്ട്മെന്റിനും റെക്ടാംഗുലർ ഷേപ്പ് ആയിരിക്കും. ദെൻ പ്ലേസ്മെന്റ് തുടങ്ങുന്നത് സെന്ററിൽ നിന്നാണ്. പ്ലേസ്മെന്റ് സീക്വൻസ് കണ്ടുപിടിക്കുന്ന മെത്തേഡ് നമ്മൾ പറഞ്ഞു. പ്ലേസ്മെന്റ് സീക്വൻസ് കണ്ടുപിടിക്കാൻ നമ്മൾ ഫസ്റ്റ് ഒരു സ്കോർ കാൽക്കുലേറ്റ് ചെയ്യും, ദാറ്റ് ഈസ് TCR വാല്യൂ.
TCR വാല്യൂ എന്താന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. റിലേഷൻഷിപ്പ് ചാർട്ടിനകത്ത് ഓരോ റിലേഷനും ഓരോ പോയിന്റ് കൊടുക്കും. 6 മുതൽ 1 വരെ. എക്ക് 6, ഇക്ക് 5 അങ്ങനെ. എന്നിട്ട് ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും TCR വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യും. എന്നിട്ട് ഏറ്റവും ടോപ്പ് TCR ആരാണോ അയാളെയാണ് ഫസ്റ്റ് പ്ലേസ് ചെയ്യുക. ദെൻ രണ്ടാമത്തെ ആളെ എങ്ങനെ കണ്ടുപിടിക്കുക? ഈ ഒന്നാമത്തെ ആളെ കിട്ടിക്കഴിഞ്ഞാൽ അയാളുമായിട്ട് റിലേഷനുള്ള ആള് ആരാണോ എന്ന് നമ്മൾ റിലേഷൻഷിപ്പ് ചാർട്ടിന്റെ അകത്തുനിന്ന് എടുക്കും, അയാളെ സെക്കൻഡ് വെക്കും. ദെൻ മൂന്നാമത്തെ ആളെ എങ്ങനെ കണ്ടുപിടിക്കും? ഈ രണ്ടാമത് പ്ലേസ് ചെയ്ത ആളുമായിട്ട് റിലേഷനുള്ള ആരെങ്കിലും ഉണ്ടോ നോക്കും. ഇനി ഇല്ലെങ്കിൽ ഇ ഉണ്ടോ നോക്കും. ഇ ഇല്ലെങ്കിൽ ഐ ഉണ്ടോ നോക്കും. ഇനി ചിലപ്പോൾ 2 റിലേഷൻ വരുന്നുണ്ടാവും, ടൈ വരുന്നുണ്ടാവാം. ടൈ വരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഈ ടൈ വരുന്നവർ തമ്മിൽ ഏറ്റവും കൂടുതൽ TCR വാല്യൂ ആർക്കാണെന്ന് നോക്കണം. എന്നിട്ട് അയാൾ എടുക്കണം. അങ്ങനെ നമ്മൾ ആദ്യം പ്ലേസ്മെന്റ് സീക്വൻസ് കണ്ടുപിടിക്കണം. സീക്വൻസ് കണ്ടുപിടിച്ചതിന് ശേഷം പിന്നെയുള്ള പണി എന്ന് പറയുന്നത് ലേ ഔട്ടിനകത്ത് പ്ലേസ്മെന്റ് നടത്തലാണ്. അപ്പോൾ ഒന്നാമത്തെ ആളെ നമ്മൾ ഏറ്റവും സെൻട്രൽ ആയിട്ട് പ്ലേസ് ചെയ്തു. രണ്ടാമത്തെ ആളെ ഇയാളുമായിട്ട് കോണ്ടാക്ട് വരുന്ന രീതിയിൽ അഡ്ജസന്റ് ആയിട്ട് രണ്ടാമത്തെ ആളെയും പ്ലേസ് ചെയ്തു. ഇനി മൂന്നാമത്തെ ആളെ പ്ലേസ് ചെയ്യാൻ നമുക്ക് ഒരുപാട് അവൈലബിൾ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പൊ അതിൻ്റെ അകത്തുനിന്ന് ഏതോ ഒരു ബെസ്റ്റ് മെത്തേഡ് അല്ലെങ്കിൽ ബെസ്റ്റ് പ്ലേസ്മെന്റ് നടത്തണം. അപ്പൊ ഈ അവൈലബിൾ ഓപ്പർച്യൂണിറ്റീസിൽ നിന്നും ഏറ്റവും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ഏതാണ് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ പുതിയ ഒരു സ്കോർ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. ദാറ്റ് ഈസ് TPR, ടോട്ടൽ പ്ലേസ്മെന്റ് റേറ്റിംഗ്. അപ്പൊ ഇത് കണ്ടുപിടിച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് TPR ഏത് ഓപ്പർച്യൂണിറ്റിക്കാണോ അതാണ് നമ്മൾ ചൂസ് ചെയ്യുക. നമുക്ക് ഇനി പറയേണ്ടത് TPR കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെ, അത് പ്രകാരം എങ്ങനെയാണ് ഈ പ്ലേസ്മെന്റ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മറന്നു പോരുത്. നാളെ നമ്മൾ TPRലേക്കാണ് ഡയറക്റ്റ് കിടക്കുക. ഇതുകൂടി ആയാൽ കമ്പ്യൂട്ടറൈസ്ഡ് ലേഔട്ട് പ്ലാനിങ് മെത്തേഡ് കംപ്ലീറ്റ് ആവും. പിന്നെ ഈ മൊഡ്യൂളിനകത്ത് കുറച്ച് തിയറി പാർട്ടാണ്. എൻവയോൺമെന്റൽ ആസ്പെക്ട്, ഒരു ലേഔട്ടിനകത്ത് ഉണ്ടാവേണ്ടുന്ന എൻവയോൺമെന്റൽ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളതാണ്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഐ തിങ്ക് ഇന്ന് പറഞ്ഞത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, ഈ 3 മെത്തേഡുമായിട്ട് ബന്ധപ്പെട്ട ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻഡിവിജ്വലി പേഴ്സണലി കോൺടാക്ട് ചെയ്ത് ചോദിക്കാം. എന്നുവെച്ചാൽ അത്രയും ഇമ്പോർട്ടന്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിന്റെ ഫ്ലോ ചാർട്ട് നിങ്ങളുടെ നോട്ടിനകത്ത് വെച്ചിട്ടുണ്ട്. അതും നിർബന്ധമായും വരച്ച് തന്നെ പഠിച്ചേക്കുക. കണ്ടീഷൻസ് ഒക്കെ നമ്മൾ പറഞ്ഞ പ്രൊസീജിയേഴ്സ് അത് അതേപടി തന്നെയാണ്. പക്ഷെ ഒരു ഫ്ലോ ചാർട്ടിന്റെ രൂപത്തിലേക്ക് വരുമ്പോൾ കുറച്ച് ഡിസിഷൻ മേക്കിംഗ് പോലെയൊക്കെ കാണാം. അപ്പൊ അതൊന്ന് വരച്ച് തന്നെ പഠിച്ചേക്കുക. ഓക്കെ, അപ്പൊ ലേറ്റ് ആയി വന്ന ആരെങ്കിലും ഉണ്ടോ? റോൾ നമ്പർ 4.